ഇന്ന് സോയ കൊണ്ടൊരു അടിപൊളി കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വെൽക്കം ടു ഫീൽ ഗുഡ് ഡയറീസ്. അതിനായി സോയ ഇതുപോലെ തിളപ്പിച്ച് ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇതിലേക്ക് വലിയൊരു സവോള അരിഞ്ഞത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. സവോള നന്നായി വഴന്നു വന്നാൽ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതൊന്ന് വഴന്നു വരുമ്പോൾ കുറച്ച് തക്കാളി കൂടി അരിഞ്ഞ് നമുക്കിതിലോട്ട് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. പൊടിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലോട്ട് സോയാ ചങ്ക്സ് നമുക്ക് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒരു 1/4 ഗ്ലാസ് വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമ്മളുടെ അടിപൊളിയായിട്ടുള്ള സോയാ ചങ്ക്സ് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അവസാനമായി ഇതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, തക്കാളി കൂടി ചേർത്താൽ അടിപൊളിയായിട്ടുള്ള സോയാ ചങ്ക്സിൻ്റെ ഉലർത്ത് റെഡിയായി കഴിഞ്ഞു. നമ്മൾ ചിക്കൻ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിനുള്ളത്. തീർച്ചയായും വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.